ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. ചന്തക്കുന്ന് വെളിയംതോടിലെ ഓവുപാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ രൂക്ഷമായ ഗതാഗത കുരുക്കിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ്സുകൾ നടത്തിവന്ന മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. നിലമ്പൂർ നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് എടക്കര ഭാഗങ്ങളിലേക്കുള്ള ബസ് സർവീസുകൾ പുനരാരംഭിച്ചത്. 10 ദിവസത്തിനുള്ളിൽ ഓവുപാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗത്തിൽ ഉറപ്പു നൽകി. നിലമ്പൂർ നഗരസഭയിൽ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ തഹസിൽദാർ, ജോയിന്റ് RTO, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ബസ് ഉടമകൾ എന്നിവർ പങ്കെടുത്തു. റോഡിലെ ചെറിയ തടസ്സങ്ങളും അശാസ്ത്രീയമായ ട്രാഫിക് ഡൈവേർഷനുകളും കാരണം സമയക്രമം പാലിക്കാൻ കഴിയുന്നില്ലെന്ന് ബസ് തൊഴിലാളികൾ പരാതിപ്പെട്ടു. നിശ്ചിത സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് വൻതുക പിഴ ഈടാക്കുന്നതും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതും തങ്ങളെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നതായി ജീവനക്കാർ യോഗത്തെ അറിയിച്ചു. ഗതാഗത കുരുക്കൊഴിവാക്കാൻ പോലീസ് വേണ്ടത്ര ഇടപെടുന്നില്ലെന്നും ആക്ഷേപമുയർന്നു. അതൊക്കെ തൽക്കാലം നമുക്ക് ആളെ നിർത്തിയിട്ട് പരിഹരിക്കാൻ സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. തൽക്കാലത്തേക്ക് നിങ്ങൾ കൃത്യമായി സമയം പറയണം, ഇന്ന സമയം കൊണ്ട് ആ പണി തീരുന്നത് കൃത്യമായിട്ട് ഞങ്ങളോട് പറയണം. അങ്ങനെയാണ് അതുവരെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ആളെ നിർത്താൻ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, പോലീസിന് ഓവർ ബേർഡനാണ്. അതായത് എല്ലാ സമയത്തും നമുക്ക് ഹോംഗാർഡിനെ അവിടെ നിർത്തുക, പോലീസുകാരെ നിർത്തുക എന്ന് കഴിഞ്ഞാൽ അവർക്ക് അവർ വീട്ടിലൊക്കെ പോകണം. ഞങ്ങൾ കൂടുതൽ ഓർഡിനൻസിനും വീട്ടിൽ പോകണം, അവർ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം അങ്ങനെ കൂടെ നിർത്തി അവരെല്ലാം ആക്കാൻ പറ്റുന്ന നടക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ അതേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പറയുകയാണ്, ലോ ആൻഡ് ഓർഡർ വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിന് ആ രീതിയിൽ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷേ അത് നമ്മൾ നേരിട്ടെങ്കിലും അവർക്കും മറ്റേ പരാതി ഇല്ലാത്ത ആൾക്കാർക്കും രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ലാത്ത പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷയം ഉണ്ടാകുമ്പോൾ പോലീസിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. നിലമ്പൂർ ഭാഗത്തു നിന്നും കരിമ്പുഴ പാലം കടന്ന് എടക്കര ഭാഗങ്ങളിലേക്ക് നിലവിലുള്ളതുപോലെ സർവീസ് നടത്താം. വഴിക്കടവ് ഭാഗത്തു നിന്നുള്ള ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ എടക്കര പാലം വഴി മൂത്തേടം കരുളായി റൂട്ടിലേക്ക് തിരിച്ചുവിടാനും യോഗത്തിൽ തീരുമാനിച്ചു. റോഡ് ബ്ലോക്ക് തീരുന്നതിന് വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ 2 മാസത്തോളമായി കരിമ്പുഴ വെളിയന്തോട് ഭാഗത്ത് നടക്കുന്ന ഒരു കൾവർട്ടിൻ്റെ പ്രശ്നം, താലൂക്ക് ഓഫീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു പ്രശ്നവുമാണ്. അത് പണി പൂർത്തീകരിക്കാത്തത് കൊണ്ടുള്ള റോഡ് ബ്ലോക്കാണ് ഇവിടെ വിഷയമുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എടക്കര ഭാഗത്ത്, ആ റോഡ് വരുന്ന വഴിക്കടവിൽ നിന്ന് എടക്കര ഭാഗത്ത് എത്തുമ്പോൾ മൂത്തേടം വഴി അത് കരുളായി വഴി അത് തിരിച്ചുവിടാനും, അതുപോലെ അത് വലിയ വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ കരിമ്പുഴ ഭാഗത്തു നിന്ന് അത് വല്ലപ്പുഴ വഴി ചന്തക്കുന്ന് വഴി തിരിച്ചുവിടാനുമുള്ള നിർദ്ദേശം ഇന്ന് നൽകി. പാത്തിപ്പാറ ഏനാന്തി വഴിയാണ് അത് അങ്ങനെ കടന്നു പോകാം. അപ്പോൾ ഈ രീതിയിൽ ബസ്സുകളും ചെറുവാഹനങ്ങളും ലോറികളും തിരിച്ചുവിടുന്നതിന് ആവശ്യമായ റൂട്ട് മാപ്പ് PWD ഏർപ്പാട് ചെയ്യുകയും അവർക്ക് അവിടെ എടക്കര ഭാഗത്താണെങ്കിലും കരിമ്പുഴ ഭാഗത്താണെങ്കിലും ഹോം ഗാർഡിനെ വെച്ചുകൊണ്ട് പോലീസ് അതിന് സംവിധാനം ഒരുക്കുകയും ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതിനു പുറമെ നഗരസഭയിൽ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതായിട്ട് അവർ സൂചിപ്പിച്ചത്, നിലവിലെ ബൈപ്പാസ്, ഇങ്ങനെ നഗരസഭയുടെ ചെറിയ ബസ് സ്റ്റാൻഡിന് മുൻപിലുള്ള ബൈപ്പാസ് അത് കുറച്ച് പരിക്കുണ്ട്, അതിന് കുണ്ടും കുഴിയൊക്കെ നിവർത്തി നന്നാക്കി കൊടുക്കണമെന്ന് നിർദ്ദേശം അവർ പറഞ്ഞിട്ടുണ്ട് നഗരസഭയോട്. അതോടൊപ്പം തന്നെ KSRTC ബസ്സിന് പുതിയ ബസ് സ്റ്റാൻഡിൽ ഒറ്റ ട്രാക്കേ ഉള്ളൂ. ആ ട്രാക്കിന് പകരം അത് ഒരുപാട് KSRTC ബസ്സുകൾ മുഴുവൻ ട്രാക്കുകളും പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നും അത് മാറ്റി KSRTCക്ക് കത്ത് കൊടുത്ത് ഒരു ട്രാക്ക് ഉപയോഗിക്കാൻ പാടുള്ള നിർദ്ദേശം നഗരസഭ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സമഗ്രമായ ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് എല്ലാവരും അതിന് യോജിച്ച നിലപാടെടുക്കുകയും അത് നഗരസഭ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംബന്ധിച്ച് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യമാണ് ഞങ്ങൾക്കുള്ളത്. അന്തർ സംസ്ഥാന പാതയായ നിലമ്പൂർ KMG റോഡിലെ പ്രധാന പ്രവൃത്തിയായതിനാൽ ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത പക്ഷം തുടർ സമരങ്ങളിലേക്ക് നീങ്ങുമെന്ന സൂചനയും ബസ് ഉടമകൾ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.